ബാർക്കോഴ. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ബാർക്കോഴയും ആരോപണങ്ങളും വീണ്ടും വാർത്തകൾ നിറഞ്ഞത്. മദ്യനയത്തിൽ ഇളവ് പ്രഖ്യാപിക്കണമെങ്കിൽ ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം കോഴ നൽകണമെന്ന സംഘടനാ വൈസ് പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖ ഇന്ന് പുറത്തു വന്നതോടെയാണ് വിവാദങ്ങൾക്ക് തീപിടിച്ചത്. സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് പണപ്പിരിവെന്നും ശബ്ദരേഖയിൽ അനിമോൻ പറഞ്ഞു. അതേസമയം ആരോപണങ്ങൾ തള്ളി സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ ഇന്ന് രാവിലെ തന്നെ രംഗത്ത് വന്നു. എന്നാൽ വീണ് കിട്ടിയ അവസരം സർക്കാരിനെതിരെയുള്ള ആയുധമാക്കി പ്രതിപക്ഷം. പണം വാങ്ങി നയം നിശ്ചയിക്കുന്നത് ഇടതുമുന്നണിയുടെ നയമല്ല എന്നാണ് CPIMന്റെ പ്രതിരോധം. UDF ഭരണകാലത്ത് അന്നത്തെ സർക്കാരിനെ പിടിച്ചുലച്ചതായിരുന്നു ബാർക്കോഴ വിവാദം. അന്ന് LDF വിഷയം മൂർച്ചയുള്ള ആയുധമാക്കി. LDF ഭരണകാലത്ത് വീണ്ടും ഒരു ബാർക്കോഴ ഉയരുമ്പോൾ ഇടത് നയവ്യതിയാനമാണ് ചർച്ചയാകുന്നത്. മദ്യനയത്തിലെ ഇളവിന് പകരമായി പണപ്പിരിവ് നിർദ്ദേശിച്ച് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന നേതാവും ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോനാണ് ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ചത്. അതോടെ പുതിയ വിവാദം ചൂടുപിടിച്ചു. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാർ സമയം കൂട്ടാനുമടക്കം ഒരാൾ 2.5 ലക്ഷം രൂപ നൽകണം. ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് 2.5 ലക്ഷം നൽകിയത്. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പിരിവെന്നും അനിമോൻ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈ ഡേ എടുത്തു കളയും. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. ബാർ ഉടമകളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ കൊച്ചിയിൽ ചേർന്നിരുന്നു. യോഗസ്ഥലത്ത് നിന്നാണ് ശബ്ദ സന്ദേശം അയക്കുന്നതെന്നും അനിമോൻ പറയുന്നുണ്ട്. ഇതോടെ സർക്കാരും ബാർ ഉടമകളുടെ സംഘടനയും ഒരേപോലെ പ്രതിരോധത്തിലായി. അനിമോനെ തള്ളി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ രംഗത്തെത്തി. പിരിക്കാൻ പറഞ്ഞത് അസോസിയേഷൻ കെട്ടിട നിർമ്മാണത്തിനുള്ള ലോൺ തുകയാണെന്ന് സുനിൽകുമാർ പ്രതിരോധം തീർത്തു. എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാർ തുറന്നു വന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. പുതിയ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് അനിമോനെ ഇന്നലെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നെന്നും വി സുനിൽകുമാർ പറഞ്ഞു. അനിമോനെ തള്ളി ശബ്ദരേഖയിൽ പരാമർശിച്ചിരുന്ന ഇടുക്കിയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദാക്ഷരം രംഗത്തെത്തി. നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കളക്ഷനുകളായിട്ട് നമുക്ക് അറിയിക്കില്ല. അതൊരു സംഘടന ഓഫീസ് കെട്ടിടം പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മറ്റ് വലിയ ഗൗരവമുള്ള കാര്യമായിട്ട് അറിയില്ല, ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഒരു ഇടപാട് നടന്നിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും രാഷ്ട്രീയ ചർച്ചകൾ കത്തിക്കയറി. ഡ്രൈ ഡേ ഒഴിവാക്കൽ, ബാറുകളുടെ സമയം കൂട്ടലടക്കം ബാർ ഉടമകളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുള്ള പുതിയ മദ്യനയത്തിന് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ ഉയർന്ന പുതിയ വിവാദത്തെ പ്രതിപക്ഷം തങ്ങൾക്ക് അനുകൂലമാക്കി. സർക്കാർ സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആഞ്ഞടിച്ചു. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം, പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം. ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താലാണ് നടക്കുക എന്നുള്ളത്. പെരുമാറ്റച്ചട്ടം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്ന ആ രീതി അതാണ് വരുന്നത്. ഏതായാലും ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണ്. ഒരു പടി കൂടി കടന്ന KPCC അധ്യക്ഷൻ K സുധാകരൻ എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടു. എന്നാൽ ബാർ ഉടമയുടെ ശബ്ദ സന്ദേശത്തിൽ ഗൂഢാലോചനയടക്കം സംശയിച്ച് അന്വേഷണമെന്ന ആവശ്യമുയർത്തിയാണ് മന്ത്രി MB രാജേഷ് വിവാദത്തെ പ്രതിരോധിച്ചത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് മന്ത്രി MB രാജേഷ് അന്വേഷണം ആവശ്യപ്പെട്ട് കത്തും നൽകി. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. ചർച്ച പോലും നടന്നിട്ടില്ലാത്ത മദ്യനയത്തിൽ പ്രതിപക്ഷ നേതാക്കളുടെ നേതൃത്വത്തിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ഇപ്രാവശ്യത്തെ മദ്യനയം എന്നതിനെ സംബന്ധിച്ച് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റോ ആലോചിക്കുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ല. കേരളത്തിൽ നടക്കുന്നത് ഡൽഹി മോഡൽ ബാർക്കോഴയാണെന്നും എല്ലാം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രതികരിച്ചു. IT പാർക്കുകളിലെ മദ്യശാലകളും ഡ്രൈ ഡേ ഒഴിവാക്കലും അടക്കം പുതിയ മദ്യനയത്തിൽ സർക്കാരിന് വെല്ലുവിളികൾ ഏറെയാണ്. അതിനിടെയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ പുതിയ വിവാദം. പുതിയ മദ്യനയത്തിൽ സൂക്ഷ്മത പുലർത്തുമെന്നുറപ്പ്. പക്ഷെ അപ്പോഴും
ഈ വിവാദത്തിൽ പ്രതിപക്ഷമേൽപ്പിക്കുന്ന പരിക്കിനെ സർക്കാർ എങ്ങനെ അതിജീവിക്കുമെന്നതാണ് രാഷ്ട്രീയ ആകാംക്ഷ. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.